ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അട്ടിപ്പൊള്ളി നമുക്കൊരു കോളിഫ്ലവർ ബജി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഇപ്പം കോളിഫ്ലവർ നിങ്ങൾ നോക്കുമ്പോൾ നല്ല മഞ്ഞ കളറിലിരിക്കുന്നു. വേറൊന്നുമല്ല, ഞാനിത് കുറച്ച് മഞ്ഞളിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ്. കാര്യം അതിനകത്ത് വല്ല പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 5 മിനിറ്റ് വെച്ചതാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ വേവിച്ചത് മാറ്റി വയ്ക്കാം. ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കടലമാവിൻ്റെ ഈ കൂട്ടിലേക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, അതുപോലെ കായപ്പൊടി നമുക്കൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. കാര്യം ബജി നിങ്ങൾക്കറിയാം, കായപ്പൊടിയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി നമുക്ക് എരിവനുസരിച്ച് ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കുറച്ച് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കണം. കാര്യം കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പം അതുകൂടി ആകുമ്പോൾ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ മയം കൂടി ആകുമ്പം വളരെ ലൂസായ ബാറ്ററാകും. അതുകൊണ്ട് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ നന്നായിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, കടലമാവ്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തു. പിന്നെ ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതുപോലെ ഒരു 3-4 പീസ് നമുക്ക് ഫസ്റ്റ് വറുക്കേണ്ട ആ ഒരു ബാറ്റർ, എത്ര കോളിഫ്ലവർ വേണോ അത് നമുക്കൊന്ന് ഇട്ട് ഇതിൽ ബാറ്ററിലൊന്ന് മുക്കി വെക്കാം. കാര്യം അതിൻ്റെ ഉള്ളിലേക്കും കൂടി ഇതൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് മാവ്. ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു കോളിഫ്ലവറിൻ്റെ പീസ് നമുക്കിനി ഈ ഒരു രീതിയിൽ ഫുള്ള് ബാറ്റർ കവർ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഈ എണ്ണയിലേക്ക് എത്ര വേണോ അത്ര തന്നെ നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബജി നമ്മുടെ പാകമായിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു വലിയ പീസ് സൈസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിലും ചെറിയ പീസായിട്ട് നമുക്ക് ബജി തയ്യാറാക്കാം. കോളിഫ്ലവർ ചെറുതായിട്ട് ഒന്നുകൂടി ഞാൻ എടുത്ത പീസിന്റെ ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോബി ഫ്രൈ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ബജി. അപ്പം ഗോബി ബജി അതല്ലെങ്കിൽ കോളിഫ്ലവർ ബജി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പ്യുവറായിട്ട് നമ്മൾ കടലമാവ് ചേർത്താണ് ബജി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ മറിച്ച് നമുക്ക് തട്ടുകട അല്ലെങ്കിൽ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്നതിൽ മൈദയുടെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. കാര്യം കടലമാവിൽ നിന്ന് അവർ കൂടുതൽ ഒരു പോർഷൻ നമുക്ക് 1 കപ്പ് കടലമാവിൽ 1 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടാണ് അവർ അത്ര സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മൈദ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കടലമാവ് മാത്രം ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ബജി. കടലമാവ്, അരിപ്പൊടി, അതുപോലെ മസാല, നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം, ഇത്രയുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. വേറെ നമ്മൾ കൂടുതലായിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ കളർ നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കടകളിലൊക്കെ നല്ല റെഡിഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. ഇതുപോലെ നമ്മളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം. അപ്പോൾ ഇതിലും നല്ലൊരു ഡിഷുമായിട്ട് ഇനിയും കാണാം. അതുവരെ